എന്നാ പാർട്ടിയുടെ പേര് പാവപ്പെട്ടവന്റെ പാർട്ടി. അത് തന്നെ. ജീവിക്കാൻ പറ്റത്തില്ല, ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റത്തില്ല. പാവപ്പെട്ടവന്റെ പാർട്ടി, തൊഴിലാളി വർഗത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന പാർട്ടി. ഗുണ്ടകളുടെയും പിടിച്ചുപറിക്കാരെയും നാടാ ഇത്. ഈ നാട്ടില് ചെറുപ്പക്കാർക്ക് താമസിക്കാൻ പറ്റത്തില്ല. ഒരു മിനിമം 5 പേരെ പീഡിപ്പിക്കണം, അല്ലെങ്കിൽ ഒരു കഞ്ചാവ് കേസില് അല്ലെങ്കിൽ ഒരു വെട്ട് കേസില് പ്രതിയായിരിക്കണം. അതാണ് പാർട്ടി യോഗ്യത, അംഗത്വം എന്ന് പറയുന്നത്. എന്താണേലും ഒരു സത്യസന്ധവും നീതിപൂർവ്വം അല്ലാത്തൊരു പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ ഈ രാഹുൽ ഈശ്വറിന്റെ കാര്യം ഇത് തന്നെയാണ്. ഞാൻ പറയുന്നത് എല്ലാ പാർട്ടിയിലും യുവ നേതാക്കളും പയ്യന്മാര് വരേണ്ട കാലം കഴിഞ്ഞു. നല്ല നല്ല പയ്യന്മാർ, രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള നല്ല നല്ല പയ്യന്മാര് വരണം. ഇവരെയൊന്നും തലപൊക്കാൻ സമ്മതിക്കല്ലേ ചെയ്തു. അതിന് പയ്യന്മാർക്ക് ഉണ്ടല്ലോ യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു സംഭവം. യൂത്ത് കോൺഗ്രസിൽ ആർജമുള്ള ഒരാളുണ്ടോ? ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ സംഭവം നടന്നപ്പോൾ ഈ രാഹുലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ പുള്ളിക്ക് വേണ്ട മെന്റലി സപ്പോർട്ടെങ്കിലും കൊടുക്കാനായിട്ട് യൂത്ത് കോൺഗ്രസിൽ നിന്ന് എത്ര പേരാണ് വന്നത്? അത് എന്നെ പറയുന്ന അപ്പനാ കാര്യം, അവനവന്റെ കാര്യം. ഇവർക്ക് പേടിയായിട്ടാണോ? ഉള്ള സീറ്റ് പോകുന്നവർക്കൊണ്ട് പേടിച്ചിട്ടാണോ? ആർജവത്തോടു കൂടി തന്റേടമായിട്ട് കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട്. അങ്ങനെയാണ് അവനവന് വന്നു കഴിഞ്ഞാൽ. ഇപ്പൊ എന്റെ കേസ് തന്നെ എടുത്താൽ മതിയല്ലോ. എന്റെ കേസ് തന്നെ എടുക്കുമ്പോഴത്തേക്ക് അറിയാമല്ലോ, അവനവന്റെ കാര്യം ചിന്താവാ. അതാണ് ഇപ്പോഴത്തെ. ഏതോ സ്ട്രോങ് ആയിട്ടൊരു 10 കൂട്ടുകാരുണ്ടെങ്കിലുണ്ടല്ലോ, കട്ടയ്ക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അവരൊപ്പം നിന്ന് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്ര ഒരു അവസ്ഥയിലേക്ക് വരും. ഈ യൂത്ത് കോൺഗ്രസിലും തന്റേടമുള്ള ഒരു 3-4-5 നല്ല ബാക്ക് സപ്പോർട്ട് കൊടുക്കുന്ന, കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് മനസാന്നിധ്യമുള്ള ഒരു 4-5 പേരുണ്ടായിരുന്നെങ്കിൽ ഈ ചാനലുകാർ ഇത്രയും കയറി ഇവരുടെ ഇടയ്ക്കിടയിൽ നിന്ന് ഇറങ്ങിയില്ലായിരുന്നു. അതുപോട്ടെ, ഈ പറയുന്ന പോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥലവാസികളും ബന്ധുക്കളും കുടുംബാംഗങ്ങളും അവിടെ ഏരിയയിലുള്ള പ്രവർത്തിച്ചിട്ടുള്ള കാലത്തുള്ള ആൾക്കാർ നിന്നാ മതിയല്ലോ. തീർച്ചയായിട്ടും. അല്ല അതിനൊരു അവസരം കൊടുക്കുന്നില്ലല്ലോ. അതിന് അവസരം നമ്മൾ ഇപ്പൊ എനിക്ക് തന്നെ ആരും അവസരം തന്നെയല്ല. ഞാൻ അവസരം കണ്ടെത്തി ഓരോ ചാനലുകാർക്ക് ഇന്റർവ്യൂ കൊടുത്തും ഓരോ ചാനലുകാരെ വിളിച്ചുമാണ് ഞാൻ ഇത് എന്തായാലും കേസ് മങ്ങിക്കിടന്ന കേസാണ്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കാം. പിന്നെ ആളിപ്പം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് അത്രയ്ക്ക് ചങ്ക് കൂട്ടുകാരന്മാരുണ്ടെങ്കിൽ അത് കൂട്ടുകാരന്മാരെ. എന്താണേലും യദുവിനെ പൂർണ്ണ സപ്പോർട്ട് ഡിക്റ്റഡ് ന്യൂസ് കേരളയുടെ വ്യവഹാരം ഉണ്ട് കേട്ടോ. ധൈര്യമായിട്ടിരുന്നോ. യദുവിന് അനുകൂലമായിട്ട് കോടതി വിധി വരുമെന്ന് ശുഭപ്രതീക്ഷ നേരുന്നു. വരുന്നവര് എല്ലാരും കൂടെ ഉണ്ടാവും. അത് കഴിഞ്ഞ് അവര് ഇനി ഇപ്പൊ ഇറങ്ങി കഴിയുമ്പോഴാണ് പണി തുടങ്ങുന്നത്. ഒന്നും സംഭവിക്കാല ഇതു. എന്ത് സംഭവിക്കാന? ഒന്നും സംഭവിക്കില്ല. നിങ്ങളെപ്പോലെയുള്ള ധീര യുവാക്കളാണ് വേണ്ടത് നമ്മുടെ നാടിന്. തൻ്റെ ഇടത്തോടുകൂടി ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞില്ല. വേണമെങ്കിൽ കാലെ വീണ് ക്ഷമ ചോദിക്കാറുന്നല്ലോ. യദുവിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ആവശ്യം വേണ്ടി വന്നില്ല. കാരണം യദുവിന്റെ ഭാഗത്ത് ന്യായമുണ്ട്. ഞാനേ ഇവരെ ഈ മേയറിനെ വിളിച്ചായിരുന്നു സ്റ്റേഷനിൽ വെച്ച്. അത് പറയാൻ പറ്റുമോ? മേയറെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മാഡം ഇങ്ങനെയാണ്, എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ സോറി എന്ന് വെച്ചാൽ അവിടെ വെച്ച് തീരിട്ട് എന്ന് വിചാരിച്ചു. നമുക്കിങ്ങനെ ഇതിന്റെ ബാക്കിൽ നടക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് തീരിട്ട് ഉള്ള ജോലിയിൽ കയറി മര്യാദയ്ക്ക് ജോലി ചെയ്ത് ജീവിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനും സമ്മതിക്കാതെ മേയർ അന്ന് പറഞ്ഞതാണ്, നിങ്ങളെ പോലെ തന്നെയാണ് ഞാനും സിംഗിൾ പേരന്റ് ആണ്. ഞാൻ പറഞ്ഞ അതെങ്ങനെയാവും മാഡം? സിംഗിൾ പേരന്റ് എന്ന് പറഞ്ഞാൽ ഒന്നീ അമ്മ ഇല്ലാതെ അച്ഛൻ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഭർത്താവില്ലാതെ വളർത്തുന്നത്, ഒരു ആണ് ഒരു സ്ത്രീ അമ്മയില്ലാതെ വളർത്തുന്നതാണ് സിംഗിൾ പേരന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ രണ്ടുപേരും. അത് എന്റെ ഭർത്താവ് കോഴിക്കോടാണ്, അത്രയ്ക്ക് യോഗ്യതയെ ഉള്ളൂ. സിംഗിൾ പേരന്റിന്റെ അർത്ഥം അതാണ് അവര് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി എന്ന് പറഞ്ഞത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവര് എനിക്ക് തോന്നുന്നു എന്റെ ഫോണ് റെക്കോർഡ് ചെയ്ത് വെച്ച് കാണും. അതുകൊണ്ടായിരിക്കും ഇവര് അത് എന്റെ വായിന്ന് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ യദു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. അത് പറയേണ്ട യാതൊരു കാര്യമില്ല. യദുവിന്റെ ഭാഗത്ത് ന്യായമുണ്ട്, സോറി പറയേണ്ട കാര്യമില്ല. അല്ല ഞാനൊരു സാധാരണപ്പെട്ട ഡെയിലി വ്യവസായമായതുകൊണ്ട് നമ്മള് അങ്ങനെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ വാശി തീരട്ടെന്ന് വിചാരിച്ച് ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ തീരുമല്ലോ എന്ന് വിചാരിച്ചപ്പോ ഇവര് താഴെയൊന്നും അല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ മാഡം, നിങ്ങൾ കോടതിയിൽ പോയി അഡ്രസ് ചെയ്യാനല്ലേ പറഞ്ഞേ, ഞാൻ കോടതിയിൽ പോയിക്കോളാം പറഞ്ഞു. പിന്നെ അല്ലാതെ നമുക്ക് പിന്നെ നമ്മളിപ്പോ വലിയ മേയറും മന്ത്രിയൊന്നുമല്ല, നമ്മളിപ്പോ സപ്പോർട്ട് ചെയ്യാൻ ഒരു പാർട്ടിക്കാരും ഇല്ല. ഗണേഷ് കുമാറിനെ കുറിച്ച് എന്താ പറയാനുള്ളേ? ഗതാഗത വകുപ്പ് മന്ത്രി ഇതേപോലെ തങ്കമാന വ്യക്തിയില്ല. അവനവന്റെ കാര്യം മാത്രം നോക്കുന്ന ഒരു മനുഷ്യനാണ്.
ആദ്യം പറഞ്ഞ് യദുവിന്റെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് പറഞ്ഞു. അവര് പിടിച്ച് വരട്ടിയപ്പോ യദു കുറ്റക്കാരനായി. മിക്ക വണ്ടികളും ഇത് ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ഈ നാട്ടിൽ കൂടി ഓടുന്ന KSRTC വണ്ടികൾ പകുതിയും അതിന്റെ ഡ്രം ബ്രേക്ക് പോയതല്ലേ വണ്ടി? ഡ്രം ബ്രേക്ക് അല്ല, അതിന്റെ ഒരു സ്ലാക്കർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ബ്രേക്ക് അഡ്ജസ്റ്റർ. അതൊന്നും ഇല്ലാത്ത വണ്ടികളാണ്. ബ്രേക്ക് ഒരു തവണ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 തവണ ചവിട്ടുമ്പോഴത്തേക്ക് ആ ബ്രേക്ക് കൊള്ളിക്കുന്ന ഒരു സാധനമുണ്ട്. അപ്പൊ ആ സാധനം പോവും, പിന്നെ ചവിട്ടി കഴിഞ്ഞാൽ കിട്ടൂല, വണ്ടി ഇഴഞ്ഞു പോയി ഇടിച്ചാണ് നിൽക്കുന്നത്. അങ്ങനെയാണ്. എന്നോട് പേര് പറയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പല ഡ്രൈവർമാരും KSRTC ജോലി ചെയ്യുന്നവരുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് വണ്ടിക്ക് ബ്രേക്ക് ഇല്ല എന്ന്. ബ്രേക്ക് ഇല്ല എന്ന് ചിലതൊക്കെ ആണെങ്കിൽ നമ്മള് ഡ്യൂട്ടിക്ക് പോകുമ്പോ അഡ്ജസ്റ്റ് ചെയ്ത് തന്നു വിടും. നമ്മള് 2 പകുതി വഴി എത്തുമ്പോ ചവിട്ടുമ്പോ കിട്ടൂല. നമ്മൾ ആദ്യം ചവിട്ടിയതിന്റെ ഇത് വെച്ച് ചവിട്ടും ചിലപ്പോ, പക്ഷെ അത് വണ്ടി പാളി പോകും നമ്മളെ കയ്യിൽ നിന്നൊക്കെ. 10 വണ്ടി എടുത്തു കഴിഞ്ഞാൽ അതിൽ 5 വണ്ടിക്ക് പോലും ബ്രേക്ക് ഇല്ലെന്നാ പറഞ്ഞത്. 10 വണ്ടി എടുത്തു കഴിഞ്ഞാൽ അതിൽ 5 വണ്ടി എന്ന് വേണ്ട, 10 വണ്ടി എടുത്തു കഴിഞ്ഞാൽ അതിൽ 2 വണ്ടി നല്ല വണ്ടിയാണ്. അല്ലാതെ 5 വണ്ടിയൊന്നും അങ്ങനെ അത്രയും നല്ല വണ്ടികളൊന്നും ഇല്ല. പിന്നെ ഇപ്പൊ ഇറങ്ങിയ ഷിഫ്റ്റിന്റെ വണ്ടികളൊക്കെ നല്ല വണ്ടികളാണ്, ഒരുവിധം കുഴപ്പമില്ലാത്ത. ഇത് വേണ്ട സമയത്ത് മെയിൻ്റെനൻസ് വർക്കുകൾ ചെയ്യാനൊന്നും ഇവർ തയ്യാറല്ല അല്ലേ? എല്ലാം ഇങ്ങനെ തള്ളല് മാത്രമേ ഉള്ളൂ. ചാനലുകള് യൂട്യൂബ് ഗണേഷ് കുമാർ സാറിന് ചാനലും യൂട്യൂബും ഒക്കെ ഉണ്ടെങ്കിലും അതില് തള്ളല് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ 10 വണ്ടി ചേസ് ഇറക്കുമ്പോ ഒരു വണ്ടി ഫ്രീ ആണ്. അപ്പൊ അതിന് കുറെ ഇതൊക്കെ കിട്ടി കാണും. പിന്നെ തീർച്ചയായും അങ്ങനെയാണല്ലോ ഇവർക്കൊക്കെ വണ്ടി ആയത്, സ്വന്തമായിട്ട് കുടുംബത്തിലേക്ക് വണ്ടി ആയത്. അത് തന്നെ അത് സാധാരണ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അയ്യോ ഗണേഷ് കുമാർ സാർ പുതിയ വണ്ടി ഇറക്കിയെന്ന് മാത്രമേ അറിയുള്ളൂ. അതില് ഗണേഷ് കുമാർ സാറിന് എത്ര ലാഭം ഉണ്ടെന്നുള്ളത് നമുക്ക് ഈ ഡ്രൈവർമാർക്ക് അറിയാം. 5 മഹീന്ദ്ര ജീപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം ഫ്രീ ആയിട്ട് കൊടുക്കുമായിരുന്നു നേരത്തെ. എനിക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവതരണവും ആ പ്രവൃത്തിയും യവന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്ത് ആ പയ്യന് ഒരുപാട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അമ്മയുടെ അവസ്ഥയെന്ന് ഓർത്ത് നോക്കി, ആ കുടുംബത്തിന്റെ അവസ്ഥയെന്ന് ഓർത്ത് നോക്കി. അമ്മയും സഹോദരി ഉണ്ടെങ്കിൽ സഹോദരിമാരുടെ അവസ്ഥയും ആ കുടുംബത്തിനെ മൊത്തം ഡൗൺ ആക്കി. ഒരു ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞൊരു വാക്ക് പോലും പറയാനായിട്ട് ചാനലുകാരെ അനുവദിക്കാനായിട്ട്, അങ്ങനെ ഒരു അനുമതിക്കായിട്ട് പോലീസുകാർ ഇവരുടെ ഒരു സപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? കോടതി സപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് ഒരാൾ കുറ്റം ചെയ്തു എന്ന് തെളിഞ്ഞു കഴിഞ്ഞാലല്ലേ അത് ആൾ കുറ്റക്കാരനാവുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു വാക്ക് പറയാൻ വരെ ഇവർക്ക് അവകാശമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പോലീസുകാർക്ക് അത് ഏത് പാർട്ടി ഇരിക്കുന്നോ അവരൊക്കെ അടുത്ത് ചായ്വ് കാണിച്ചില്ലെങ്കിൽ അടുത്ത പോലീസുകാരും വേറെ എവിടെയെങ്കിലും പോയി ഇരിക്കും. അതോ പേടിയുള്ളൂ. ഈ ഒരു പാർട്ടിയിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല, കോൺഗ്രസിൽ അഭിപ്രായ സ്വാതന്ത്ര്യം കൂടിപ്പോയി. അതുപോലെ തന്നെ ഈ അതിജീവിത എന്ന് പറഞ്ഞ ഒരു വാക്ക്, അതിന് അർഹതയുണ്ടോ അവർക്ക്? ഇവര് അതിജീവിത എന്ന എവർക്ക് അർഹതയില്ല. മറ്റേ ആ ഒരു ഗോവിന്ദസ്വാമിയുടെ ഇതിലില്ലേ, ആ മരിച്ചുപോയ കുട്ടി മരിക്കാതെ ഇരുന്നെങ്കിൽ പറയായിരുന്നു തീർച്ചയായിട്ടും. അതായത് ഇവരെ മാക്സിമം ബൂസ്റ്റപ്പ് ചെയ്യാണ്. ആദ്യം ഇവര് കല്യാണം കഴിച്ചതല്ല എന്ന് കാര്യങ്ങൾ പറഞ്ഞു. അതുകൂടാതെ ഇവര് രാഹുൽ ഈശ്വരൻ എന്ന് പറഞ്ഞ ആളെ പിടിച്ചോണ്ട് പോയത് തന്നെ ഈ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചെന്നും പറഞ്ഞോണ്ട് എന്താണ് നമ്മള് പറയേണ്ട കാര്യങ്ങള്. ശബരിമല സ്വർണത്തിന്റെ കേസും പറഞ്ഞു. അത് മറിക്കാനാണല്ലോ, ശബരിമല വിഷയം മറിക്കാനായിട്ടാണല്ലോ ഈ കാര്യങ്ങളിലേക്ക് കടന്നത്. ഇപ്പം ശബരിമല വിഷയത്തിന്റെ വാർത്തകൾ എവിടെ പോയി? ശബരിമല വിഷയത്തിന്റെ വാർത്ത എവിടെ പോയെന്നോ. പിന്നെ അത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് ഇത്രയും പ്രശ്നമായോണ്ടാണ് പിന്നെ ഞാൻ എന്റെ കേസ് എന്തിനു മാറ്റി വെക്കണം, ആ കേസും കൂടെ കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിച്ചു. എന്താന്ന് വെച്ചാൽ അങ്ങനെയെങ്കിലും ആ പയ്യന് ഇത്തിരി ആശ്വാസം കിട്ടട്ടെന്ന് വിചാരിച്ചു. ഏത് സംഭവമാണെങ്കിലും വ്യൂസും കാര്യങ്ങളും കിട്ടുന്നിടത്താണ് ചാനലുകാർ പോവുള്ളൂ, മനസ്സിലായോ? വാർത്ത ജെന്യുവിനായിട്ടുള്ള വാർത്തകൾ, പ്രത്യേകിച്ച് പീഡനങ്ങളെന്ന് പറയുമ്പോൾ ആൾക്കാരുടെ മനസ്സിലേക്ക് തീ കോരിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കാണാനായിട്ട് ആൾക്കാർ വരും. അങ്ങനെ ഒരു വാക്ക് ചേർത്തില്ലെങ്കിൽ അത് കാണാനായിട്ട് ആരും വരികയില്ല. അത് കാരണമാണ് ഇവർ മാക്സിമം പീഡനം എന്ന വേർഡ് ഈ കൂടെ ചേർക്കുന്നത്, ഈ വാർത്തകൾ ചേർക്കുന്നത്. അതായത് അതിജീവിത എന്ന പേരിട്ടാലാണ് ഇത് എന്താണ്, ഇത് എത്രമാത്രം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ അകത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തെയും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേരെ എതിർകക്ഷിയായിട്ടുള്ള ഈ സ്ത്രീയെയും ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ അവഹേളിക്കുന്ന ഈ ചാനലുകാർ തന്നെയാണ്.
രാവിലെ നമുക്ക് ടി വി വെക്കത്തില്ല, പ്രായമുള്ള കാരണവന്മാർക്കൊന്നും കുട്ടികൾക്കൊന്നും ടി വി വെക്കത്തില്ല. ടി വി തുറന്നാൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇത് തന്നെയാണ്. ഇതിനൊക്കെ ശരിക്കും കോടതി ഇടപെട്ടിട്ട് ഈ വാർത്തകൾക്കൊന്നും വാർത്താമൂല്യം കൊടുക്കാതെ ഒരു 5 മിനിറ്റ് കൂടുതൽ ഒരു ചാനലുകാർ ഒരു ദിവസം കൊടുക്കാൻ പറ്റിയല്ല എന്നുള്ള നിബന്ധന വെക്കണം. രാവിലെ തൊട്ട് വൈകിട്ട് വരെ പീഡന ജീവിക്കാതെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിള്ളേർക്ക് എങ്ങനെ ഇത് കാണും? പിള്ളേർക്ക് അന്തം വിട്ടു പോവാ. സംസ്കാരശൂന്യരായിട്ട് വളരും പിള്ളേര്. യദുവിന്റെ മോൻ എത്ര വയസ്സുണ്ട്? എന്റെ മോന് ഇപ്പൊ 8 വയസ്സ്. ഈ ടി വി തുറന്ന് ആ കൊച്ചിന്റെ മുന്നിൽ വെച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല, അവൻ കാർട്ടൂണ് മാത്രം കാണുന്നോണ്ട് രക്ഷപ്പെട്ട്. അതാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. അവൻ ഈ വാർത്തയൊക്കെ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വെറും മോശമായിട്ടുള്ള കാര്യങ്ങളല്ലേ പറയണേ. ഇത്ര തരം താന്ന് പോയ ചാനല്, പ്രത്യേകിച്ച് 24, അതുപോലെ തന്നെ റിപ്പോർട്ടർ, ഏഷ്യാനെറ്റ് ഒക്കെ നല്ല രീതിയിലുള്ള വാർത്തകളാണ് സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവരെല്ലാം ഒറ്റക്കെട്ടാന്ന് എനിക്ക് തോന്നുന്നത്. ഇത്ര രീതിയിൽ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത രീതിയിലേക്ക് തരം താന്ന് പോയോ ഇവര്? ഈ നാട്ടിൽ എന്തെല്ലാം വാർത്തകളുണ്ട് ഇവർക്ക് ചെയ്യാൻ മേലെ. ഇപ്പൊ ഷാഫി പറമ്പിന് എതിരായിട്ട് MA ഷഹനാസ് എന്ന് പറഞ്ഞ ഒരു നടിയാണോ ഇനി ആരാണെന്ന് പറഞ്ഞോളൂ, അവർക്ക് മോശമായിട്ടുള്ള അനുഭവം ഉണ്ടെന്ന് പറഞ്ഞ് 24 ന്യൂസിൽ ഇപ്പൊ വാർത്ത എഴുതി കാണിക്കും. ഈ ഇലക്ഷൻ സമയമാകുമ്പോൾ ഇത് തന്നെയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ അവസ്ഥ ഇതൊക്കെ തന്നെയായിരുന്നു. ആ മനുഷ്യർ എത്രമാത്രം വിഷമം അനുഭവിച്ചാ ഈ ലോകവാസം വിട്ടുപോയത്. ഗവൺമെന്റ് പ്രത്യേക നിയമങ്ങളും കൊണ്ടുവരണം. ഈ ഇലക്ഷൻ സമയം എടുത്തു കഴിഞ്ഞാൽ, അതായത് പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇലക്ഷൻ ആണല്ലോ, പാർലമെന്റ് ഇലക്ഷൻ ആണല്ലോ, നിയമസഭാ ഇലക്ഷൻ ആണ്, ഈ സമയത്ത് ഒരു 50 ദിവസം മുമ്പ് ഇങ്ങനെയുള്ള വാർത്തകൾ വന്നു കഴിഞ്ഞാൽ അത് കോടതിയിൽ അതിൻ്റെ റിപ്പോർട്ട് തേടുക, അല്ലെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുക, കേസ് സംബന്ധമായ കാര്യങ്ങൾ നടത്തുക, ചാനലിലേക്ക് വലിച്ചിറക്കാൻ പറ്റിയല്ല എന്നുള്ള നിബന്ധനയിലേക്ക് വരണം. അല്ല, ഒരാളെ സ്വകാര്യ കാര്യങ്ങളൊന്നും ചാനലിൽ വരാൻ പാടില്ല എന്നുള്ള നിബന്ധന വയ്ക്കണം. ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്നെ ഇന്നല്ലെങ്കിൽ നാളെ കോടതി ഇടപെട്ട് ഇതിനൊക്കെ ഒരു മാറ്റം വരട്ടെ, ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകട്ടെ എന്നോർത്തുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചത്. അത് യദുവായിട്ട് ഒരു മാറ്റം വരണ്ടേ യദു? ഇതിനൊക്കെ ഒരു മാറ്റം വരണ്ടേ? ഒരു മാറ്റം അനിവാര്യമാണ്. നിയമങ്ങളെല്ലാം മാറ്റണം, മാറ്റിയേ പറ്റുള്ളൂ. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റം എന്ന വാക്കിന് മാത്രമേ മാറ്റമുള്ളൂ എന്നാണ്. ഈ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ വ്യക്തി സമൂഹത്തില് വളരെയധികം ആവശ്യമുള്ള ഒരാളാണ്. ഈ മനുഷ്യനെ കോടതി ശിക്ഷിച്ച് ജയിലിൽ പിടിച്ചിട്ട് എന്ത് നേടാനാണ്? എന്തെങ്കിലും പുള്ളിയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, തെറ്റ് ചെയ്തു എന്ന് ഇവർ പറയുന്നുണ്ടെങ്കിൽ അത് ഉപദേശിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം പറഞ്ഞു വിട്ടാൽ പോരെ? അത് ശരിയാ. അവര് അങ്ങേരെ അകത്ത് കിടക്കുന്നിടത്തോളം കാലം ഇവർക്ക് തലവേദനയാണ്. അല്ല, അത് കാരണം എന്നാന്ന് ഞാൻ പറയാം. ഈ ശബരിമല വിഷയത്തെക്കുറിച്ച് രാഹുൽ ഈശ്വരാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചത്. അത് കാരണം ഇതൊന്നും അല്ല കാര്യം. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യവും വളരെ ഓപ്പണായിട്ട് രാഹുൽ ഈശ്വറാണ് സംസാരിച്ചത്. അത് കാരണമാണ് പുള്ളി അകത്തായത്. സപ്പോർട്ട് ചെയ്ത കാരണം. സപ്പോർട്ട് ചെയ്യണവരെ എല്ലാവരെയും പിടിച്ചകത്തണം. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ ജയില് നിറയിട്ട, അതാണ് ചെയ്യേണ്ടത്. ചങ്കൂറ്റുള്ളവന്മാരില്ല, അതാണ് കുഴപ്പം. നാളെ ഞാൻ പറഞ്ഞാലും എന്നെ പിടിച്ച് അതിന്റെ പേരിലാത്തിടും. അല്ല, ആണുങ്ങൾക്ക് ജീവിതം ഒന്നല്ലേ ഉള്ളോ? അതെ, മരണം ഒരിക്കലേ ഉണ്ടാവും. ആരും മരിച്ചിട്ട് ജീവിക്കുകയല്ലോ. അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ പേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്ത് എങ്ങനെ ജീവിക്കാൻ പറ്റും? അല്ലെ ഈ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കാൻ പറ്റും? അങ്ങനെയാണ്. ഒരാളെന്ന് ഒരു ADM-ന്റെ കഥ പറഞ്ഞിട്ട് ഇതുവരെയ്ക്കും അദ്ദേഹത്തിന്റെ കഥയിൽ ഒരു ട്വിസ്റ്റും ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും വാർത്ത കൊടുക്കുന്നുമില്ല. പിന്നെ നമ്മുടെ ഈ പയ്യനില്ലേ, നമ്മുടെ സിദ്ധാർത്ഥ, അറിയാവോ? എനിക്കറിയാം. ആ മോനും നീതി കിട്ടിയില്ലല്ലോ. ആ മോനെന്ന് പറഞ്ഞാൽ നീതി കിട്ടിയിട്ടില്ല. ഞാൻ അവന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അച്ഛനെ കണ്ട്, അമ്മയെ കണ്ട് സംസാരിച്ചു. പാവം. അതല്ലേ, നല്ല പഠിക്കുന്ന പയ്യനായിരുന്നു. അവരെല്ലാം കൂടെ കൊന്നു കളഞ്ഞു. ഇത് എവിടെ താമസിക്കുന്നേ? ഞാൻ നേമത്താണ്. നിയമം മേയറെ നിർത്താൻ വേണ്ടിട്ടിരുന്നില്ലേ, തിരുവനന്തപുരം ജില്ലയിൽ നിയമം. മേയറെ
ഇത് ഇലക്ഷനെ നിർത്താൻ വേണ്ടിട്ട് എന്നിട്ട് ഞാൻ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് മാറ്റിയിട്ട് നീ അടുത്ത MLA ഇലക്ഷന് നിർത്തുമെന്നാണ് പറയുന്നത്. അതെ, നിൽക്കണം. എവിടെ എവിടെ ഇവര് നിന്നാലും ഞാൻ നിൽക്കണം, തീർച്ചയായിട്ടും നിൽക്കണം. നിങ്ങളെപ്പോലെയുള്ള ചുറിയൂർക്കുള്ള തൻ്റെയുള്ള ചെറുപ്പക്കാരാണ് ഈ സമൂഹത്തിന് ആവശ്യം. അതാണ്, നിൽക്കണമെന്നാണ് ഞാനും. എന്റെ ഒരു സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ചാനലിന്റെ സപ്പോർട്ട് പൂർണ്ണമായിട്ടുണ്ടായിരിക്കും. എന്താണ്, നമുക്ക് അടുത്ത ദിവസം കാണാം. വിളിച്ചതിനും സംസാരിച്ചതിനും ഒത്തിരി സന്തോഷം. സാറൊക്കെ എനിക്ക് വേണ്ടിട്ട് ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള ഇനി നമ്മുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും, പൂർണ്ണമായിട്ട് സപ്പോർട്ട് ഉണ്ടായിരിക്കും കേട്ടോ. പരിചയപ്പെടാൻ ഏറെ വൈകുന്നു മാത്രമേ. നമ്പർ കിട്ടാനായിട്ട് മാർക്കം ഇല്ലാതെ വന്നു, അതാണ് പറ്റിപ്പോയത്. നമ്പർ ഇല്ലാതെ വന്നു, അല്ലെങ്കിൽ പണ്ടേ ഞാൻ നേരിട്ട് വന്ന് കണ്ടേനെ. ഓ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് വന്ന് കാണാം. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോട്ടോ, ഒട്ടും മടിക്കണ്ട. ആയിക്കോട്ടെ.